ഹായ് ഫ്രണ്ട്സ് ആൻഡ് വ്യൂവേഴ്സ്, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൺ 2 വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് സസന്തോഷം ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കേണ്ട ഒരു വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിച്ചക്ക തോരനാണ്. ഇടിച്ചക്ക തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, പല യൂട്യൂബ് ചാനലിലും വരുന്നുണ്ട്. എങ്കിലും നമ്മുടെ സൈഡിൽ നമ്മളൊന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഇടിച്ചക്ക കിട്ടുന്ന സമയമാണ്. ഇതിന് ആൾക്കാർ ഇടിയൻ ചക്ക എന്നും പറയാറുണ്ട് എറണാകുളം സൈഡിലൊക്കെ. പക്ഷെ അത് വാക്കത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ഇടിച്ചക്ക എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ഈ മിക്സിയും മറ്റൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇത് വേവിച്ചിട്ട് നമ്മുടെ അമ്മിക്കല്ലിന്റെ അരകല്ലിൽ വെച്ച് ഇടിച്ച് ചതച്ചെടുക്കുകയായിരുന്നു നമ്മുടെ ജ്യേഷ്ഠത്തിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇനി ഇടിച്ചക്ക എന്ന പേര് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇടിച്ച് ചതച്ചെടുക്കുന്നത് ഇതാണ് ഇടിച്ചക്ക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇടിച്ചക്കയുണ്ട്. ഈ ഇടിച്ചക്ക നമുക്കൊന്ന് ഇത് കുക്കറിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ പ്രിപ്പറേഷൻ ചെയ്യുക. അതിനുശേഷം ഞാൻ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊരു ഇടിച്ചക്ക തൊലി ചെത്തി വെച്ചിരിക്കുകയാണ്. തൊലി ചെത്തി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക, എന്നിട്ടും കറുത്ത് പോകുന്നുണ്ട്. ഈ പരുവത്തിലാണ് വേണ്ടത്. കുരു മൂക്കുന്നതിന് മുമ്പ് വേണം. ഇതിന്റെ കൂഞ്ഞി എന്ന് പറഞ്ഞ കൂഞ്ഞിലി എന്ന് പറയുന്നത് നമ്മളൊന്ന് ചെത്തിക്കളയണം. ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചതച്ചെടുക്കാം. കുക്കറിലേക്ക് ഇതൊന്നിടാം. കുറച്ച് വെള്ളം ചേർക്കാം. അത് കുറച്ച് മതി. പിന്നെ നമുക്ക് അല്പം ഉപ്പ്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, നമ്മുടെ കുക്കറിൻ്റെ സ്റ്റീം ഒന്ന് വന്നോട്ടെ, എന്നിട്ട് വേണം നമുക്ക് വേവിച്ചിടാൻ. അപ്പോൾ അതുവരെ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇതൊരു 3 കുടം അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇത് ഉണ്ടമുളക് 5-6 വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1.5 കപ്പ് നമ്മൾ തേങ്ങാപ്പീരയുണ്ട്. പിന്നെ കുറച്ച് ജീരകമുണ്ട്, കറിവേപ്പിലയുണ്ട്, കടുകുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്. ഇത്രയും ഐറ്റമേ ഉള്ളൂ. പിന്നെ എണ്ണയും കൂടെ വേണം ഇതിന്. അത്ര ഐറ്റം ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഏറ്റവും ആദ്യം ഈ വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, തേങ്ങ ഇതിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതിൽ വെച്ചിരിക്കുന്ന ജീരകം കൂടെ നമുക്കൊന്ന് ചേർക്കാം. ഇതൊന്ന് ഒതുക്കിയെടുക്കാം, ചതച്ചെടുക്കാം. നമ്മുടെ കുക്കറിൽ എല്ലാവരും നേരത്തെ തന്നെ വെയിറ്റ് ഇടാറുണ്ട്. പക്ഷെ ഇത് കമ്പനി നമ്മൾ പറയുന്നതും ഈ ഒരു സ്റ്റീം വന്നതിന് ശേഷം നമ്മൾ വെയിറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം എന്തെങ്കിലും തടസ്സമല്ലോ ഉണ്ടെങ്കിൽ അത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഞാനത് ഇപ്പോൾ വെയിറ്റ് ഇട്ടു.
നമ്മുടെ കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ കേട്ടു. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, ഇത് മാറ്റി വെക്കാം. നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കേട്ടിട്ട് ഇത് വാങ്ങി വെക്കുകയായിരുന്നു. എന്നിട്ട് സ്റ്റീം പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ കാത്തു നിൽക്കണമായിരുന്നു. പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ കുക്കർ കൊണ്ട് പൈപ്പിൻ്റെ ചവിട്ട് കാണിച്ചിട്ട് തണുപ്പിച്ചെടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും വെന്തിട്ടുണ്ട്. ചക്കയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. തണുപ്പിച്ചെടുത്താണ്. വെന്തിട്ടുണ്ട്. ഓവർ വേവാൻ പാടില്ല. കഷ്ണങ്ങൾ ചെറുതാക്കാം. നമ്മളിത് ബ്ലെൻഡറിൻ്റെ ചോപ്പറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഈ സംവിധാനം ചോപ്പർ ഇല്ലാത്തവർ മിക്സിയിൽ അടിക്കണ്ട, ചതച്ചെടുത്താൽ മതി കേട്ടോ. കാരണം ഓവർ മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഓവർ ചതഞ്ഞ് പോകും, കൊള്ളില്ല. ഇങ്ങനെ തരിതരിപ്പായിട്ട് നിൽക്കണം. അങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്കൊന്നാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പ്രിപ്പറേഷനൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, ചൂടാകുന്നുണ്ട്. ചൂടാകുന്നതനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുക് പൊട്ടിക്കേണ്ടതുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഇനി നമുക്ക് തേങ്ങാപ്പീര റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ഇതിൽ ചേർക്കാം. ഇത് കഴുകിയെടുത്ത വെള്ളം കൂടെ നമ്മുടെ കയ്യിൽ എളുപ്പമുണ്ട്, അതും കൂടി ഇതിൽ ചേർക്കാം. ഇനി നമ്മുടെ ചക്ക ഒരുക്കിയത് ചേർക്കാം. നമുക്ക് ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർക്കേണ്ടതുണ്ട്. നമ്മുടെ പിടിച്ചക്കത്തോരൻ ന്യായമായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റീമൊക്കെ വരുന്നുണ്ട്. ഉപ്പൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റി നമ്മൾ പ്രസൻറ്റേഷനിലേക്ക് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ ഇടിച്ചക്ക തോരൻ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ നേരത്തെയൊക്കെ ഇടിച്ചക്ക കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ അയലോകത്തൊക്കെ
കെഞ്ചിയൊക്കെ വാങ്ങാൻ. കാരണം ഇടിച്ചക്ക പറിച്ചു കഴിഞ്ഞാൽ ആ ചക്ക നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ 2 എണ്ണം വാങ്ങിച്ചാണ്. കിലോ 60 രൂപ വിലയാണ്. അപ്പോൾ ഒരു ചക്കയുടെ വലുപ്പം തന്നെ ഏകദേശം 600-700 ഗ്രാം വരും. അപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ പൈസ കൊടുത്താലും കിട്ടാണ്. നേരത്തെ പൈസ കൊടുത്താലും കിട്ടാനില്ലായിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാങ്ങിച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ രുചികരമായൊരു സംഗതിയാണ് ഇടിച്ചക്ക തോരൻ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റു കാര്യങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കാര്യമായിട്ടില്ല, ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളോട് ഇതോടുകൂടി വില വാങ്ങുകയാണ്. അപ്പോൾ ജിയോ കിച്ചൻ ടൂർ വൈബ്സ് എൻ്റെ സൈഡിൽ നിന്നും ജോർജ്, ഗുഡ് ബൈ.